നാട് വിട്ട് വരുന്നത് എങ്ങോട്ടാണ്? എറണാകുളം ജില്ലകളിലേക്ക്, തിരുവനന്തപുരം ജില്ലയിലേക്ക്, അല്ലെങ്കിൽ കോഴിക്കോട് ജില്ലയിലേക്ക്, അല്ലെങ്കിൽ ബാംഗ്ലൂരിലേക്ക്, അല്ലെങ്കിൽ മാംഗ്ലൂരിലേക്ക്, ബോംബെ, ചെന്നൈ, ഇന്നിടങ്ങളിലേക്കായിരിക്കും ഇവർ പോകുന്നത്. അവിടെ ചെല്ലുമ്പോൾ ഇവരെ സ്വീകരിക്കാനായിട്ടൊരു കൂട്ടരുണ്ട്. സമാന ചിന്താഗതികളും സമാന വിഷമങ്ങളും അനുഭവിച്ചവരാണ്. ഗതികേട് കൊണ്ട് അവസാന നിമിഷം ഈ കുട്ടി സ്വന്തം ബോഡി ടൂൾസ് ആക്കാൻ തെരുവിൽ പോകേണ്ടി വരുന്ന അവസ്ഥയാണ്. ഈ തെരുവിൽ പോയി നിൽക്കുമ്പോൾ ഒരുപക്ഷെ ഈ സഹപാഠികളും പോയിട്ടുണ്ടാകും, അവിടെ അധ്യാപകരും പോയിട്ടുണ്ടാകും, ബന്ധുമിത്രാദികളും പോയിട്ടുണ്ടാകും. തിരിച്ചറിയപ്പെടാതെ പോവുകയാണല്ലേ. എങ്ങനെയാണ് നമ്മൾ മാമിൻ്റെ ഒരു കേസിൽ വരുമ്പോൾ സാധാരണ നമ്മുടെ വേറൊരു ബോഡിയിൽ സ്റ്റക്കായി പോകുന്നവരുടെ ലൈഫ് സ്റ്റോറി നമ്മൾ കേൾക്കുമ്പോൾ അവരുടെയൊക്കെ പാരൻസ് തൊട്ട് അവരനുഭവിക്കുന്നുണ്ട്, അവർ സപ്പോർട്ട് ചെയ്യുന്നില്ല, അവരുടെ കൂടത്തിൽ നിൽക്കുന്നില്ല. കമ്പാരിറ്റീവ്ലി മാമിൻ്റെ കേസിൽ കുറച്ചും കൂടെ മദറിൻ്റെ ഫാദറിൻ്റെ ഹെൽപ്പ് ഉണ്ടായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. എങ്ങനെയാണ്, എന്തുകൊണ്ടായിരിക്കും പാരൻസ് അവരോടൊപ്പം നിൽക്കാത്തത്? നമുക്ക് അവരെ എങ്ങനെയൊന്നും മനസ്സിലാക്കാൻ പറ്റും? ആളുകളുടെ അറിവില്ലായ്മയാണോ? അറിവില്ലായ്മയാണ്. പിന്നെ മഹത്വം പറച്ചിൽ, കുടുംബ മഹത്വം പറച്ചിൽ, ചേച്ചിയുടെ ജീവിതം എന്താകും, ചേട്ടൻ്റെ ജീവിതം എന്താകും, ഇതൊക്കെയാണ് പല കുട്ടികളെ ആത്മഹത്യയിലേക്ക് വരെ തന്നെ കൊണ്ടെത്തിച്ചിരിക്കുന്നത്. അക്സെപ്റ്റ് ചെയ്യാത്ത ഒരു സാഹചര്യം വരുമ്പോൾ. കാരണം എന്താ പറയുക, ഒരു ഫാമിലി എന്ന് പറയുന്ന ആ ഒരു കോൺസെപ്റ്റിൽ നിന്നാണല്ലോ ഒരു കുഞ്ഞ് ജനിക്കുന്നത്. ആ കുഞ്ഞ് ജനിക്കുമ്പോൾ ഓരോ പാരൻസിൻ്റെയും ആഗ്രഹം എന്ന് പറയുന്നത് എല്ലാ മാതാപിതാക്കൾക്കും ആഗ്രഹം അവരായി തന്നെ ജീവിക്കണം, അവരുടെ ഡ്രീമിനനുസരിച്ച് ഉയരണം എന്നൊക്കെ തന്നെ ആയിരിക്കും ആഗ്രഹിക്കുന്നത്. പക്ഷേ ഈ ഒരു ജെൻഡർ വൈവിധ്യം വരുന്നത് നമുക്കൊരിക്കലും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. എപ്പോൾ, എങ്ങനെ, എവിടെ വെച്ച് എന്നൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. ചിലർ പറയും ഹോർമോണിൻ്റെ വേരിയേഷൻ. ഒരു ഹോർമോണിൻ്റെ വേരിയേഷൻ അല്ല. ചിലർ പറയും ചികിത്സിച്ചാൽ ഭേദമാകും. എന്നെയും കുറേ ചികിത്സിച്ചതാണ്. അപ്പം അതൊന്നും അല്ല കാര്യം. അപ്പം നമ്മൾ അതിനെ അക്സെപ്റ്റ് ചെയ്യാൻ മനസ്സ് കാണിക്കുക എന്നുള്ളതാണ്. ഈ ജെൻഡർ ബൈനറിക്കുള്ളിൽ നിൽക്കുന്നവരാണ് ഇത്തരം പ്രവണതകൾ കാണിച്ചു വരുന്നത്. അതൊന്നും കൂടി ഒന്ന് സൂക്ഷ്മമായി പരിശോധിച്ച് കഴിഞ്ഞാൽ, അതിന് അവയർനെസ് കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഒരു പരിധി വരെയൊക്കെ മാറ്റം വരാൻ സാധ്യതയുണ്ട്. എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ ജനറേഷനിലെ കുട്ടികൾക്ക് അത്ര വലിയ പ്രോബ്ലംസുകൾ വരുന്നില്ല. കുറച്ച് പഴകിയതിനേക്കാൾ കുറച്ചുകൂടി മിഡിൽ വരുമ്പോഴാണ് കുറച്ചുകൂടി പ്രശ്നങ്ങൾ വന്നിരിക്കുന്നത്. ഇപ്പോഴത്തെ ടീനേജ് കുട്ടികൾക്ക് യാതൊരു പ്രോബ്ലം ഇല്ല. ഇന്ന് അവർ പറയുകയാണ് ഞാൻ വുമണാണെന്ന് പറഞ്ഞാൽ വുമണാണ് എന്നുള്ള രീതിയിൽ അവർക്ക് ജീവിക്കാനുള്ളൊരു റൈറ്റ്സ് ഇവിടെ നിലവിൽ വന്നു ഇല്ലേ? അപ്പം അത് മനുഷ്യർ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ പേരൻസിൻ്റെ കാര്യം പറയുമ്പോൾ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ അവരുടെ എല്ലാം ഡ്രീം എഞ്ചിനീയർ ആക്കണം, ഡോക്ടർ ആവണം, അതാക്കണം, ഇതാക്കണം എന്നൊക്കെയാണ് ഓക്കെ, സമ്മതിച്ചു. പക്ഷേ ഈ കുട്ടി ഇതെല്ലാം ആക്കണമെന്നുണ്ടെങ്കിൽ ഈ പേരൻസ് എന്താ ചെയ്യേണ്ടത്? ഈ കുട്ടീനെ മനസ്സിലാക്കണം ഇല്ലേ? ഈ കുട്ടീനെ മനസ്സിലാക്കി നെക്സ്റ്റ് ഈ കുട്ടിയുടെ ജെൻഡർ ചേഞ്ചിനെ അതിനെ അക്സെപ്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ അതിനെ ഉൾക്കൊള്ളാൻ ശ്രമിച്ചാൽ മാത്രമേ നമുക്ക് ഈ കുട്ടീനെ തെരുവിലയക്കാതെ എൻജിനീയറാക്കാനും ഡോക്ടറാക്കാനും ഒക്കെ സാധിക്കൂ. ഒരു പാരൻസിൻ്റെ സപ്പോർട്ട് അവിടെ ആവശ്യമില്ലേ? അല്ലേ? ഇപ്പം പാരൻസ് വീടിൻ്റെ ആധാരം പണയം വെച്ച് ബാങ്കിൽ നിന്ന് ലോൺ എടുത്തും ഒക്കെ കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ട് അല്ലേ? ഒരുപാട് അങ്ങനെ നമ്മൾ കേട്ടിട്ടുണ്ട്. ബട്ട് ഇവിടെ അതിൻ്റെ ആവശ്യമില്ല. ഒരു ആധാരവും പണയം വെക്കണ്ട, ഒരു ബാങ്കിൻ്റെ മുമ്പിൽ പോയി കൈകാലം നീട്ടണ്ട. ആ കുട്ടീനെ ഒന്ന് ചേർത്ത് പിടിച്ചാൽ മതി. എന്താ നിൻ്റെ പ്രശ്നം, അമ്മ നിൻ്റെ കൂടെ ഉണ്ട്, നീ പറയൂ എന്ന് പറയുന്ന ആ ഒരു സാഹചര്യമാണ് ഒരുക്കിയെടുക്കേണ്ടത്. എന്നാൽ മാത്രമേ നാളത്തെ വാഗ്ദാനങ്ങൾ, അതായത് ഭാവി വാഗ്ദാനങ്ങളാക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. അല്ലെങ്കിൽ ഈ കുട്ടി നേരെ പോകുന്ന ഈ ഫ്രസ്ട്രേഷൻ കൊണ്ട് ഈ കുട്ടി വീട്ടിനകത്ത് ഭ്രാന്തിൻ്റെ അവസ്ഥയിൽ ജീവിക്കുമായിരിക്കും. ഒരുപക്ഷെ ഈ കുട്ടി SSL, എനിക്ക് തോന്നുന്ന ഒരു 10ാം ക്ലാസ്സൊക്കെ കഴിയുമ്പോഴത്തേക്കാണ് ഈ ജെൻഡർ ചേഞ്ച് വരുന്നത്. ഞാൻ എന്താണ് എന്ന് സ്വയം മനസ്സിലാക്കുന്ന ആ ഒരു സമയത്തായിരിക്കും. ഒരുപക്ഷെ ഈ കുട്ടി ആ സമയങ്ങളിലെല്ലാം ആ സ്കൂളിലെ നമ്പർ 1 വിദ്യാർത്ഥിയായിരിക്കും. പഠിക്കാനും മറ്റ് കലാപ്രകടനങ്ങളും ഒക്കെ ബെസ്റ്റായിരിക്കും. പക്ഷേ ഈ ഒരു ജെൻഡർ ചേഞ്ചിലേക്ക് ഇങ്ങോട്ട് വരുമ്പോൾ ഈ കുട്ടി ഭയങ്കരമായിട്ട് ഫ്രസ്ട്രേഷൻ അനുഭവിക്കുകയാണ്. ആരോട് പറയും, എന്ത് ചെയ്യും, എനിക്കിത് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നില്ലത്, ആരോടും എനിക്ക് എന്ത് ചെയ്യുമെന്നുള്ള ഒരു തോട്ട് മാത്രമേ ഈ കുട്ടിയുടെ തലയിലുള്ളൂ. അപ്പോൾ ഈ കുട്ടിയുടെ എഡ്യൂക്കേഷൻ ലോ ആകാൻ തുടങ്ങും. അത്രയും കാലം വരെ ഹയസ്റ്റ് പഠിച്ചുകൊണ്ടിരുന്ന കുട്ടി +1 +2 ആകുമ്പോഴത്തേക്ക് തീരെ ലോയിലേക്ക് പോകും.
ഇതൊന്ന് ചോദിച്ച് മനസ്സിലാക്കാൻ അവിടുത്തെ അധ്യാപകരും തയ്യാറാവുന്നില്ല, സഹപാഠികളും തയ്യാറാവുന്നില്ല. അപ്പം എന്തിനേറെ പറയുന്നു, 10 മാസം നൊന്ത് പ്രസവിച്ച പെറ്റ തള്ള പോലും തയ്യാറാവുന്നില്ല. സ്വന്തം സഹോദരനെ അടിക്കുന്നു, തൊഴിക്കുന്നു, സ്വന്തം സഹോദരി കളിയാക്കുന്നു, എന്നെ കാണും പെണ്ണും കെട്ട് ജീവിക്കുന്ന എന്തിനാണ്, ഇപ്പോൾ ചത്തുകൂടെ, ഇങ്ങനെയൊക്കെയുള്ള വാക്കുകൾ കേട്ടൊരു 18 വയസ്സൊക്കെ ആകുമ്പോഴത്തേക്ക് ഒരുപക്ഷെ ഈ കുട്ടി എക്സാം പോലും എഴുതിയിട്ടുണ്ടാവില്ല. അതിനു മുമ്പ് നാട് വിടുവാണ്. മാംഗ്ലൂരിലൊക്കെ, ബോംബെ, ചെന്നൈ ഇന്നിടങ്ങളിലേക്കായിരിക്കും ഇവർ പോകുന്നത്. അവിടെ ചെല്ലുമ്പോൾ ഇവരെ സ്വീകരിക്കാനായിട്ടൊരു കൂട്ടരുണ്ട്. സമാന ചിന്താഗതികളും സമാന വിഷമങ്ങളും അനുഭവിച്ചവരാണ്. അപ്പോൾ അവരെ അത് സ്വീകരിക്കുമ്പോൾ അവർക്കവിടെ വേറെ നിവൃത്തിയില്ല. അവരും സ്വീകരിച്ചിരിക്കുന്നത് സെക്സ് വർക്ക്, അല്ലെങ്കിൽ തെരുവിൽ ബസ് സ്റ്റോപ്പിൽ പോയി കൈനീട്ടി സമ്പാദിക്കുക, ഇത് മാത്രമേ ഉള്ളൂ. അവരുടെ എഡ്യൂക്കേഷൻ, അവരുടെ സ്വപ്നങ്ങളെല്ലാം അവിടെ താറുമാറാകുവാണ്. ഗതികേട് കൊണ്ട് അവസാന നിമിഷം ഈ കുട്ടി സ്വന്തം ബോഡി ടൂൾസ് ആക്കാൻ തെരുവിൽ പോകേണ്ടി വരുന്ന അവസ്ഥയാണ്. ഈ തെരുവിൽ പോയി നിൽക്കുമ്പോൾ ഒരുപക്ഷെ ഈ സഹപാഠികളും പോയിട്ടുണ്ടാകും, അവിടെ അധ്യാപകരും പോയിട്ടുണ്ടാകും, ബന്ധുമിത്രാദികളും പോയിട്ടുണ്ടാകും. തിരിച്ചറിയപ്പെടാതെ പോവുകയാണല്ലേ. ആ ഒരു സമയത്ത് ആ അമ്മയൊന്ന് കൈ തലോടി, നിൻ്റെ പ്രശ്നം എന്താണ്, ആരും കൂടെ ഇല്ലെങ്കിൽ അമ്മ നിൻ്റെ കൂടെ ഉണ്ട് എന്ന് പറഞ്ഞ് ഒന്ന് ഇറുക്കി പിടിച്ചിരുന്നുവെങ്കിൽ ആ കുട്ടി നാളത്തെ ഡോക്ടറാണ്, നാളത്തെ എൻജിനീയറാണ്, നാളത്തെ കളക്ടറാണ് അല്ലേ. ഇതാക്കാൻ അവരെ കൊണ്ട് കഴിയും. ഇന്ന് ചികിത്സാ രീതികളുണ്ട്, കൗൺസിലിംഗ് സെഷൻസുകളുണ്ട്. ഇതെല്ലാം കഴിഞ്ഞു നമുക്ക് ആ കുട്ടീനെ ഒരു പുതിയ മനുഷ്യനായിട്ട് ജീവിക്കാൻ നമുക്ക് വാർത്തെടുക്കാൻ കഴിയുമായിരുന്നു. അത് ചെയ്യാതെ പാരൻസ് ഇങ്ങനെ കാണിക്കുമ്പോൾ എന്തിനാണ് ഈ ഗർഭപാത്രത്തിൻ്റെ കണക്ക് പറയുന്നത്? തൊട്ട് കഴിഞ്ഞാൽ പറയും ഞാൻ 10 മാസം നൊന്ത് പ്രസവിച്ചതാണ്. ഈ 10 മാസം നൊന്ത് അല്ലാന്ന് പ്രസവിക്കാൻ പറ്റില്ല. ഒന്നെങ്കിൽ പ്രസവം അല്ലെങ്കിൽ സിസേറിയൻ. ഇത് രണ്ടും ഒരു സ്ത്രീയുടെ ജീവിതത്തിലുണ്ട് ഇല്ലേ. രണ്ടും പെയിൻഫുള്ളാണ്. അപ്പോൾ ഇത് അനുഭവിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ പൂർണ്ണത വരുന്ന ഈ കുഞ്ഞിലൂടെയല്ലേ. അത് നമ്മൾ ഉൾക്കൊള്ളണ്ടേ. അത് ഉൾക്കൊള്ളാതെ എന്തമ്മയെന്നാണ് ഈ പറയുന്നത്, എന്തച്ഛനെന്നാണ് ഈ പറയുന്നത്? കുട്ടികളുടെ മനസ്സ് കാണാൻ കഴിയാത്തവർ പാരൻസ് അല്ല, അവരുടെ ആദർശങ്ങളാണ് പൊക്കിപ്പിടിക്കുന്നത്. ഞാനാണ് വലുത്, ഞാനാണ് വലുത്, ഞാൻ പറയുന്നതാണ് ശരിയെന്ന് പറയുന്നത്. അതാണ് തിരുത്തേണ്ടത് ഇവിടെ.